സംസ്ഥാനം അതീവ ജാഗ്രതയിൽ മുന്നോട്ടു പോകേണ്ട സമയമാണ്. നിപ, ഷിഗല്ല അടക്കമുള്ള രോഗങ്ങൾ പടരുന്ന ഒരു സാഹചര്യമുണ്ട്. ജാഗ്രത എപ്പോഴും വേണം എന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുകയാണ്. മലപ്പുറത്ത് ഒരു ഷിഗല്ല മരണം കൂടി ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പെരിന്തൽമണ്ണ കീഴാറ്റൂരിൽ ഒരു സ്ത്രീക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. മരിച്ച ശേഷം നടത്തിയ പരിശോധനയിലാണ് രോഗം കണ്ടെത്തിയത്. 18 പേർക്ക് കൂടി ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 12 ദിവസത്തിനുള്ളിൽ 56 പേർക്കാണ് രോഗബാധ. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബേക്കറിയിൽ നടത്തിയ പരിശോധനയിലും ഷിഗല്ല രോഗാണുവിനെ കണ്ടെത്തിയതോടെ സ്ഥാപനം പൂട്ടി. മലപ്പുറം കീഴാറ്റൂരിൽ മരിച്ച സരോജനിക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. വയറിളക്കത്തെ തുടർന്ന് 8-ാം തീയതിയാണ് സരോജനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 9-ാം തീയതി മരണം സംഭവിക്കുകയും ചെയ്തു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. സംഭവത്തെ തുടർന്ന് കീഴാറ്റൂരിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. വയനാട്ടിൽ 7 പേർക്കാണ് പുതുതായി ഷിഗല്ല സ്ഥിരീകരിച്ചത്. ഇതോടെ ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 16ആയി. പകർച്ചവ്യാധി നിരീക്ഷണവും പ്രതിരോധ നിയന്ത്രണ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ജില്ലയിൽ ശക്തമാക്കിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KT രേഖ അറിയിച്ചു. നിലവിൽ രോഗം സ്ഥിരീകരിച്ച 16 കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. കോഴിക്കോട് പയ്യോളിയിലെ 3 വയസ്സുകാരനും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പനിയും മറ്റു ലക്ഷണങ്ങളും ഉണ്ടായതിനെ തുടർന്ന് കുട്ടിയെ വടകര സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെയാണ് പോസിറ്റീവ് ഫലം വന്നത്. നിലവിൽ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഷിഗല്ല സ്ഥിരീകരിച്ചതിന് പിന്നാലെ ബേക്കറിയിൽ നിന്നും ശേഖരിച്ച ജ്യൂസ് സാമ്പിളിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ബേക്കറി അടപ്പിച്ചു. ഓറഞ്ചിന്റെ രുചിയോടുകൂടിയ ജ്യൂസിന്റെ സാമ്പിൾ മെയ് 29-നാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധനയ്ക്കായി വഞ്ചിയൂരിലെ ലാബിൽ എത്തിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ഇതോടെ ഉദ്യോഗസ്ഥരെത്തി ബേക്കറി താൽക്കാലികമായി അടപ്പിക്കുകയായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.